അപ്പോൾ നമ്മൾ ജാർഖണ്ഡ് വിടുക കേട്ടോ. ജാർഖണ്ഡ് നമ്മൾ റാഞ്ചിയും ഇതൊക്കെ കഴിഞ്ഞു, ജംഷഡ്പൂരെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ വെസ്റ്റ് ബംഗാൾ കൊൽക്കത്ത സൈഡിലേക്കാണ് പോകുന്നത് കേട്ടോ. ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു, എന്താ അറിയില്ല. ഇവിടെ ഇങ്ങനെ സൈഡായി കിടന്ന് ഉറങ്ങണം. പിന്നെ അപ്പോൾ നമ്മൾ കൊൽക്കത്ത സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ ഇവിടുന്ന് പോലീസ് പിടിച്ച പോലെ എന്തായാലും വെസ്റ്റ് ബംഗാളിൽ നിന്ന് എന്തായാലും പിടിക്കും, ഉറപ്പാണ്, 100% ഉറപ്പാണ്. കാരണം കൊൽക്കത്തയിൽ അത്യാവശ്യം നല്ല പിടുത്താണ്, പോലീസ് ഭയങ്കര റഫാണ്. അവരെന്തായാലും നല്ലൊരു ചലാൻ കിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നോക്കാം നമുക്ക്. പിന്നെ അപ്പോൾ നമുക്കിനിയിപ്പോൾ 225 കിലോമീറ്റർ ഉണ്ട്, 4 മണിക്കൂർ ഓട്ടം ഉണ്ട്. ഞാൻ എന്തായാലും കണ്ടിന്യൂസ് ഓടല്ല, ഇന്ന് കുറേ വീഡിയോകൾ എഡിറ്റ് ചെയ്ത് തീർക്കാനുണ്ട്. ഡെയിലി അപ്ലോഡ് ചെയ്യണമെന്നെല്ലാം വിചാരിച്ചിട്ട് ഇതുവരെ ഒന്ന് എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് തീർക്കണം. പയ്യെ പോവാം. നമുക്ക് നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് കൊൽക്കത്ത എത്തുന്ന രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. നോക്കാം നമുക്ക്. എന്തായാലും പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും കാണിച്ചു തരട്ടോ. ഇവിടെ നിന്ന് ഇനി കൊൽക്കത്തയ്ക്ക് നമുക്ക് 170-150 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. കൊൽക്കത്ത വേണമെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ പിടിക്കാൻ പറ്റുന്നതാണ്, ബട്ട് ഇന്ന് പിടിക്കുന്നില്ല. ഞാൻ ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ അതിൽ പിടിക്കുള്ളൂ. പോകുന്ന വയ്ക്കുകയാണെങ്കിൽ സൈഡാക്കിയിട്ട് കുറേ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. ഇതൊക്കെയാണ് പരിപാടി. ജാർഖണ്ഡിൽ ഈ പറയുന്ന അത്ര പേടിക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ആൾക്കാരൊക്കെ അത്യാവശ്യം ഫ്രണ്ട്ലി തന്നെയാണ്. ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് ശരിക്കും അങ്ങനെയാണ്. നമ്മുടെ ട്രിപ്പിൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പലരും പല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അതുപോലെയാണ്. അതായത് നമുക്കിതുവരെ ഇത്രയും സ്റ്റേറ്റ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടും ഇതുവരെ അങ്ങനെ ഒരു മോശം എവിടുന്ന് ഉണ്ടായിട്ടില്ല. ഇവിടെ എനിക്ക് ഉണ്ടായിട്ടില്ല. ഇഷ്ടംപോലെ നല്ല സുഹൃത്തുക്കളെയാണ് കിട്ടിയത്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ എല്ലായിടത്തും പോലെ കുറേ നാല് പോലീസുകാരുണ്ട്. ആ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, അത് എല്ലായിടത്തും ഉണ്ട്. പിന്നെ അതിപ്പോൾ ജാർഖണ്ഡിൻ്റെ മാത്രം പ്രശ്നമൊന്നുമല്ല, എല്ലായിടത്തും ഉണ്ട്. ജാർഖണ്ഡിനെക്കാട്ടിയും ചെറിയുള്ള സ്ഥലങ്ങൾ ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ എന്താ പറയുക, ആരും ജാർഖണ്ഡ് ഇങ്ങനെ ഭയങ്കര സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് വരാതിരിക്കരുത്. നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ കാണാൻ. കുറവാണ് സ്ഥലങ്ങൾ, പക്ഷേ കുഴപ്പമില്ല. റാഞ്ചിയൊക്കെ അടിപൊളി സ്ഥലമാണ്. നല്ല ക്ലൈമറ്റ്, നല്ല അടിപൊളിയാണ്. അത് വലിയ സിറ്റിയാണ് അത്യാവശ്യം. ട്രാഫിക് റൂൾസൊക്കെ പക്കയാണെങ്കിൽ നമ്മളിപ്പോൾ കുറച്ച് മോഡിഫിക്കേഷൻ കാര്യമൊക്കെ ഉള്ളതുകൊണ്ടാണ് എല്ലായിടും പിടിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അല്ലാതെ നാട്ടുകാരെല്ലാം റോങ്ങാന്ന് പറയുന്നില്ല. പിന്നെ അത്യാവശ്യം ഡ്രഗ് യൂസേജ് എല്ലാം അത്യാവശ്യം നല്ലോണം കൂടുതലാണ് ഇവിടെ. ഞാൻ പോയ സ്ഥലത്തൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് അവിടെയുള്ള ചെറുപ്പക്കാരെന്നെ രാവിലെ വരുന്നു, എല്ലാവരും വലിക്കാനും കുടിക്കാനും വേണ്ടി മാത്രമാണ് വരുന്നതെന്ന് പറയാം. ഞാനവിടെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ലേക്കിനടുത്ത് പോയതാണ്. ഞാനൊരു മരത്തിൻ്റെ സൈഡാക്കി ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഓരോ ആൾക്കാർ വരുന്നു, പരിചയപ്പെടുന്നു. എല്ലാവരും പരിചയപ്പെടുന്നൊക്കെ ഉണ്ട്. വരും, വന്ന് വണ്ടിയൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവരപ്പം അപ്പുറത്തുനിന്ന് കുപ്പി പൊട്ടിച്ചടിക്കും, അല്ലെങ്കിൽ നല്ല കഞ്ചാവിലായിരിക്കും. എല്ലാ പരിപാടിയുണ്ട്. ഡ്രഗ് കേസസ് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. അതിനൊന്നും ഇവിടെ യാതൊരു പ്രശ്നമില്ല. അപ്പോൾ അതൊന്നും ആരും കൺട്രോൾ ചെയ്യുന്നുമില്ല, അതാണ് സത്യം. നമ്മുടെ നാട്ടിലുണ്ട് ഇഷ്ടം പോലെ. നമ്മുടെ നാട്ടിലിപ്പോൾ കഞ്ചാവൊന്നും അല്ലാണ്ടായി, എന്നാലും ഞാൻ പറയാം. പിന്നെ പോലീസുകാരും വലിയ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. പോലീസുകാരൊക്കെ എന്നെ വിളിച്ചോണ്ട് പോയിട്ട് ചായയൊക്കെ തന്ന് ഇന്നവിടെ സ്റ്റേയിലടിക്കാന്നെല്ലാം പറഞ്ഞ് വിളിച്ച ടീമുണ്ട് ജാർഖണ്ഡിൽ നിന്ന്. പിന്നെ അതുപോലെ കയ്യിൽ നിന്ന് പൈസ പിടിച്ച് വാങ്ങിയ ടീമുണ്ട്. അപ്പോൾ എല്ലാത്തിലും നല്ലതും മോശവും ഉണ്ട് ആൾക്കാർ. ഇപ്പം നമ്മുടെ നാട്ടിലുണ്ടല്ലോ ആ ഒരു ടൈം. അങ്ങനെ കൂട്ടിയാൽ മതി. എനിക്കിഷ്ടപ്പെട്ടു ജാർഖണ്ഡ്. എനിക്കങ്ങനെ മോശമായിട്ടൊന്നും തോന്നില്ല. പക്ഷേ അധികം കാണാനൊന്നുമില്ല. നമുക്ക് 2-3 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്നില്ല. ഞാൻ 2 ദിവസം കൊണ്ട് തീർത്തിട്ട് ഇപ്പോൾ പോവാണ്. പിന്നെ കുറേ സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർഫാൾ കാര്യങ്ങളൊക്കെയാണ്. വാട്ടർഫാളൊക്കെ നമുക്ക് പിന്നെ നാട്ടിലെ നമ്മുടെ കാപ്പിമല വാട്ടർഫാളിന് ഒന്നുമില്ല. വെള്ളമൊക്കെ വളരെ കുറവ്, വെള്ളമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഇല്ലാണ്ട് പെണ്ണെന്നെ എന്നോട് പറഞ്ഞു വെള്ളമില്ല, അതുകൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞു. വാട്ടർഫാളൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തു, അതിൻ്റെ ആവശ്യമില്ല. ഒരു വാലിയിൽ പോയി. വാലി അടിപൊളിയായിരുന്നു.
കൊള്ളാം. ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നമ്മൾ വെസ്റ്റ് ബംഗാളിലെ കാഴ്ചകൾ കാണാം. വെസ്റ്റ് ബംഗാൾ ഇതുപോലെ നല്ല പോലീസ് പിടുത്താന്നാണ് കേട്ടത്. ഉണ്ടാവും എന്തായാലും. ഞാനന്ന് കൊൽക്കത്ത എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പൈസ പോകുന്നത്. പിന്നെ ഡാർജിലിംഗിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ 2 സ്പോട്ടിലാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. പൈസ പോകുന്നില്ല. നോക്കാം നമുക്ക്. നമ്മളെ 20ാമത്തെ സംസ്ഥാനത്തേക്ക് കടക്കുകയാണ് കേട്ടോ. വെസ്റ്റ് ബംഗാൾ. നമ്മളിതാ വെസ്റ്റ് ബംഗാളിൻ്റെ ഗ്യാസെല്ലാം വരുന്നുണ്ട്. ജാർഖണ്ഡിൻ്റെ വെസ്റ്റ് ബംഗാളിൻ്റെ ബോർഡറിലാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നേരെ ബോർഡർ കയറി കഴിഞ്ഞാൽ അടുത്ത സംസ്ഥാനത്ത് വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാൾ ഇഷ്ടംപോലെ സാധനങ്ങൾ കാണാനുണ്ട്. ഒരുപാട് കാണാനുള്ള സംസ്ഥാനമാണ്. എന്തായാലും നമുക്ക് നോക്കാം. കൊൽക്കത്ത തന്നെ ഇഷ്ടംപോലെ ഉണ്ട് കാണാൻ. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം കേട്ടോ. ചെക്കിങ്ങുകാരൊക്കെ ഉണ്ടെന്ന് അറിയില്ല ബോർഡറിൽ. ഈ ദരിശോൽ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ദരിശോൽ, അതാണ് അതിൻ്റെ ശരിക്കും ബോർഡർ. നമ്മളതിന് തൊട്ട് മുട്ടിയിട്ടേ ഉള്ളതാണ്. നോക്കാം. നമ്മൾ ഓൾമോസ്റ്റ് ബോർഡർ എത്തിയിട്ടുണ്ട്. നമ്മൾ നേരെ കൊൽക്കത്തക്ക് 176 കിലോമീറ്റർ ഇല്ല കേട്ടോ. ചിത്ര എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അങ്ങനെ നമ്മളിതാ കൊൽക്കത്തയിലേക്കുള്ള യാത്രയിലാണ്. ഓൾറെഡി ബോർഡറൊക്കെ കഴിഞ്ഞു, ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് കയറി കേട്ടോ. അവിടെ പിടിച്ചൊന്നുമില്ല. ഇനി അങ്ങോട്ട് പിടിക്കാണ്ടിരിക്കട്ടെ, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. നല്ല സ്ഥലം കേട്ടോ. കയറിയ അവിടെ തന്നെ നല്ല വയലും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി. നല്ല കാണാൻ നല്ല രസം. ഞാൻ പല്ലിയപ്പം പരിപാടിയൊന്നും കഴിഞ്ഞില്ല. എന്തായാലും ബോർഡറെല്ലാം കഴിഞ്ഞിട്ട് പല്ലെല്ലാം തേക്കാലെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ കുറച്ച് സ്ലോ ആക്കിയതാ. എന്തായാലും കൊള്ളാം. നല്ല സ്ഥലം കേട്ടോ, ഇഷ്ടപ്പെട്ടു. കാണാനൊരു ഭംഗിയുണ്ട്. പിന്നെ നേച്ചറെല്ലാം കാണാൻ നല്ലൊരു രസമുണ്ട്. ഫുൾ പച്ചപ്പും നല്ല വയലും അങ്ങനെല്ലായിട്ട് നല്ല രസമുണ്ട് കാണാൻ. നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ കൊൽക്കത്തയിൽ, ദീപങ്കർ ബ്രോ. അപ്പോൾ ആളടുത്തേക്കാണ് ഞാൻ പോകുന്നത്. ആൾ എന്നാൽ വൈകുന്നേരം ആകുമ്പോഴത്തേനത്ത് എന്ന് പറഞ്ഞു. ആൾക്ക് ഓഫാന്ന് പറഞ്ഞു. ഇന്ന് സൺഡേ ആയതുകൊണ്ട് പിന്നെ നമുക്ക് നേരെ എത്താലോ എന്ന് വെച്ച് പിടിച്ചു കേട്ടോ. പോകുന്ന ഈ കിടക്കൊരു മഴയൊക്കെ കിട്ടി. മഴ വരും, വെയിൽ വരും, മാറി മാറിയൊക്കെയായിരുന്നു കാലാവസ്ഥ. എന്തായാലും അടിപൊളിയായിട്ട് അങ്ങ് എത്തി. ഒടുവിൽ കൊൽക്കത്ത ടൗണിലെത്തി. വണ്ടീനെല്ലാം കോലം കാണുമ്പോണ്ടല്ല സഹതാപകരം കേട്ടോ. ബസ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ വെള്ളം കുടിക്കില്ല. ഇവിടെ പ്രൈവറ്റ് ബസ്സാണ് അധികവും. ഞാൻ പിന്നെ ജസ്റ്റ് ദീപങ്കർ ബ്രോ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു ആളെ വെയിറ്റ് ചെയ്ത് അവിടെ നിന്നട്ടാ. പിന്നെ ആളുടെ കൂടെ കുറച്ച് ടൗൺ ഏരിയ ഒക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. എന്നിട്ട് കറങ്ങിയിട്ട് ഏകദേശം പറ്റുന്നത്ര മാക്സിമം കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. കറക്കത്തിൻ്റെ തുടക്കം തന്നെ ഇതാ കൊൽക്കത്തേൻ്റെ ഐക്കോണിക് ബ്രിഡ്ജാണ് നമ്മളെ മുമ്പിൽ തന്നെ കണ്ടതെത്താ. അടിപൊളിയായിരുന്നു. വണ്ടി അതിനകത്തോടെ കൂടെ ഓടിക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പകലാകുമ്പോൾ നല്ല രസമുണ്ട്. രാത്രിയാകുമ്പോൾ ഇതിൻ്റെ വേറൊരു വ്യൂ ഉണ്ട് കേട്ടോ. ആ വ്യൂ നമുക്ക് രാത്രി കാണാം. ഇത് നല്ല അടിപൊളിയായിരുന്നു. ഇതൊക്കെ കൊൽക്കത്ത ഹൈക്കോർട്ടിൻ്റെ പരിസരങ്ങളാണ് കേട്ടോ. പഴയ ബിൽഡിങ്സാണ്, എല്ലാം പഴയ ബിൽഡിങ്സ് കേട്ടോ. കാണാൻ നല്ല രസമാണ്. ആളൊരു അഡ്വക്കേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ആളുടെ ഓഫീസിൻ്റെ ചുറ്റുവശങ്ങളൊക്കെ നമ്മളിങ്ങനെ വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. എല്ലാം കാണാൻ ഒന്നിനൊന്ന് മെച്ചം. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ സ്ട്രീറ്റിലൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ സൺഡേ ആയതുകൊണ്ടാണ് ഇത്രയും കാലിയൊക്കെ കിടക്കുന്നത്. വർക്കിംഗ് ഡേ ഒന്നും ഈ ഭാഗത്തേക്ക് അടിക്കാൻ പറ്റില്ല. ഇതാ കോർട്ടിൻ്റെ പരിസരത്തുള്ളൊരു ചർച്ച കേട്ടോ. ഇത് കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല ഗാർഡൻ സെറ്റപ്പൊക്കെ.
കൊൽക്കത്തയുടെ മറ്റൊരു ഐക്കോണിക് മൂവാണ് ഈ മഞ്ഞ ടാക്സികൾ കേട്ടോ, പഴയ അംബാസിഡേഴ്സ്. ഇവിടെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. Waste of money. That time it's like that only. They will spend lot of money. Barul. ഇതാണ് ബ്രിഡ്ജിൻ്റെ നൈറ്റ് വിഷൻ കേട്ടോ. എന്ത് രസമെന്ന് പറയാം കാണാൻ. ലൈറ്റിങ്ങും കാര്യവും അതിൻ്റെ കൂടെ സ്കൈയും അതിൻ്റെ കൂടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ. നല്ല രസമാണ്. അങ്ങനെ ബ്രിഡ്ജിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഇറങ്ങി കേട്ടോ. പിന്നെ ഫുള്ള് യെല്ലോ ടാക്സീസ് കാണാൻ പറ്റും റോഡ് സൈഡിൽ നിറച്ചും കേട്ടോ. അത് കഴിഞ്ഞ ആൾ എന്നെ വീട്ടിലേക്ക് കൂട്ടിയിട്ട് പോയി. എനിക്ക് കിടക്കാൻ ഇതാ ഈ ഒരു റൂം തന്നു കേട്ടോ. ഞാൻ വണ്ടിയിൽ കിടക്കാമെന്ന് വിചാരിച്ചില്ല, പക്ഷെ സമ്മതിച്ചില്ല. അപ്പോൾ അന്നത്തെ രാത്രി അതോട് തീർന്നു. ഇത് അടുത്ത ദിവസം രാവിലത്തെ കാഴ്ച കേട്ടോ. ആളുടെ മോൻ്റെ ഫസ്റ്റ് ഡേ ആണ് സ്കൂളിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഒരുക്കങ്ങൾ ആദ്യമായിട്ട് പോകുന്നതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫി കാര്യങ്ങളും നല്ല രസമായിരുന്നു കേട്ടോ. ഇതാളുടെ അച്ഛനും അമ്മയാണ്. ഇത് സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുള്ള കോല കേട്ടോ. എന്നെ വലിയ കാര്യമായിരുന്നു കേട്ടോ. എൻ്റെ അടുത്ത് തന്നെയാണ് ഫുൾ ടൈം എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനൊക്കെ വരും. നമുക്കാണെങ്കിൽ ഹിന്ദിയിൽ സംസാരിക്കാൻ അറിയും, കുട്ടിക്കാണെങ്കിൽ ഹിന്ദി അറിയില്ല. ചെറിയ വയസ്സേ ഉള്ളൂ കേട്ടോ, 2 വയസ്സേ ഉള്ളൂ. എന്നാലും മാക്സിമം സംസാരിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട് ആൾ. നെക്സ്റ്റ് രാവിലെ ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രോൻ്റെ ഓഫീസിലോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യാമെന്ന് വെച്ചിട്ട് രാവിലെ വണ്ടി എടുത്ത് ഇറങ്ങി. ഇതാണ് ഇന്ത്യൻ മ്യൂസിയം കേട്ടോ. കൊൽക്കത്തയിലെ ഭയങ്കര അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു മ്യൂസിയമാണ്. ഇതിൻ്റെ റിനോവേഷൻ ഇതിലൊക്കെ കഴിഞ്ഞാണ് കേട്ടോ. അകത്തോട്ട് ഇഷ്ടംപോലെ കാണാനുണ്ട്. അങ്ങനെ ഇന്നത്തെ വർക്ക് എന്ന് പറയുന്നത് ആളുടെ ഓഫീസിൽ ഇരുന്നിട്ട് കേട്ടോ. ഇവിടെ ആകുമ്പോൾ എനിക്ക് വൈഫൈയും കിട്ടും, മര്യാദയ്ക്ക് ഇരിക്കുകയും ചെയ്യാം എ സിയിൽ. ഈ വർക്കിൻ്റെ ഇടയിൽ ട്രാവൽ ചെയ്യൽ കുറച്ച് തലവേദന പിടിച്ച പരിപാടി കേട്ടോ. പിന്നെ രാവിലെ നമ്മൾ ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി തണ്ടിത്തിരി നടക്കുന്നു. അവിടെ ഒരു ധാബയിൽ കയറി രാവിലെ തന്നെ 2 ആലു പൊറോട്ട അടിച്ചു. അത് കഴിഞ്ഞ് ഉച്ചക്കാണെങ്കിൽ നല്ലൊരു ബിരിയാണി അടിക്കാൻ തോന്നി. അപ്പോൾ പിന്നെ ഒരു കൊൽക്കത്ത സ്പെഷ്യൽ ബിരിയാണി അടിക്കാമെന്ന് പറഞ്ഞിട്ട് ആളെന്നെയും കൂട്ടിയിട്ട് ഒരു ഹോട്ടലിലേക്ക് പോയിട്ടോ. നമുക്ക് യെല്ലോ ടാക്സി ഇഷ്ടം പോലെ കാണാൻ പറ്റും. നമ്മളെ വണ്ടിയും കൊണ്ട് തന്നെയാണ് വന്നത് കേട്ടോ. ഇത് അവിടുത്തെ ന്യൂ മാർക്കറ്റാണ്. ന്യൂ മാർക്കറ്റിലേക്ക് കൂടി നമ്മളിങ്ങനെ നടന്നിട്ട് ഇവിടെ 2-3 ഫേമസ് ഹോട്ടൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ന്യൂ മാർക്കറ്റിൻ്റെ ബോർഡ് കാര്യങ്ങൾ കാണാൻ പറ്റും. ഇതൊക്കെ പഴയ ബ്രിട്ടീഷ് കാലത്ത് ഉണ്ടായ ബിൽഡിങ്ങാണ് കേട്ടോ. അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. Lot of buildings, man. Lot of. Yeah.
നമ്മൾ ഓരോ മട്ടൻ ബിരിയാണി ട്രൈ ആക്കി കേട്ടോ. മട്ടൻ ബിരിയാണി അത്യാവശ്യം നല്ലതാണെന്ന് തോന്നി. ഈ ഭാഗത്ത് മട്ടനാണ് കുറച്ച് ഫേമസ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ചിക്കനും ബീഫൊക്കെ പോലെ ബീഫ് ഇവിടെ കുറവാണ്. മട്ടൻ നല്ല അടിപൊളി വെന്ത് കിടിലൻ സാധനമായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതിന് ശേഷം ഇതാ ഒരു ഫിർണിയും കൂടെ ഓർഡർ ചെയ്തിട്ടോ. ഫിർണി അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്തത്. ദെൻ ബാക്ക് ടു ഓഫീസ്. അതിനുശേഷം പിന്നെ രാത്രി വരെ പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. ഇഷ്ടംപോലെ പണിയുണ്ടായിരുന്നു തീർക്കാൻ. ആ പണിയൊക്കെ തീർത്ത് പയ്യത് ഇറങ്ങി. ഇതൊക്കെ നമ്മളെ ഓരോ മറ്റേ എന്തോ സ്ട്രീറ്റാണ് കേട്ടോ, ഫേമസ് ആയ സ്ട്രീറ്റാണ്. പക്ഷെ ഇപ്പോൾ തിരക്കൊന്നുമില്ല. അതൊക്കെ സീസണിൽ മാത്രമേ ഉണ്ടാവും കേട്ടോ. बहुत ज़्यादा ले लिया यार पैसा. ഇത് കൊൽക്കത്തയിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്പോട്ടാണ് കേട്ടോ, വിക്ടോറിയ പാലസ്. ഇവിടെ മസ്റ്റ് വിസിറ്റ് ആയിട്ട് എല്ലാവരും പറയുന്നൊരു സ്ഥലമാണ്. പകൽ ഈ ഏരിയയിലൊക്കെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ കൊൽക്കത്തയുടെ എവിടെ നോക്കിയാലും നമുക്ക് പാർക്കിംഗ് പ്ലേസ് കിട്ടില്ല കേട്ടോ. പാർക്കിംഗ് കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ പകൽ വന്നിട്ടില്ല. രാത്രി വന്ന് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് പോയി കേട്ടോ. ഞാൻ അകത്ത് കയറാനൊന്നുമില്ല. പുറത്തുനിന്ന് ഇതാ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടിട്ടു. അതിൻ്റെ അകത്ത് നല്ല മാർബിളിനെ കൊണ്ടുള്ള നല്ല അടിപൊളി പണികൾ ഇഷ്ടംപോലെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. We'll go next bridge. We'll go to next site. Sound is making like headache. You can. So this is on the left. This is Bagicha Cafe. This is new cafe, but this is actually Flotel. So Okay. Flotel restaurant. It's on a, I think it's called a wharf or something. I don't know what they call it. Okay. So, That's fine. Okay. so it's on the water and it is Bagicha Cafe. floating. Okay. On the right, there is a SBI building. I don't know if it is visible. It's not much visible, but yes. Very big building, man. കൊൽക്കത്ത ടൗൺ എന്ന് വെച്ചാൽ നമുക്ക് കണ്ടാലും തീരില്ല കേട്ടോ. അതുപോലെ ഉണ്ട്. ഇതാ പഴയ ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. ഫൈനലി നമ്മുടെ കൊൽക്കത്തയുടെ അനദർ ഐക്കോണിക് ഫ്രെയിം ആയിട്ടുള്ള ഹൗറ ബ്രിഡ്ജിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. പകലാണെങ്കിൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കണ്ടാണ്. ഇത് നൈറ്റിലാണ്. എന്തായാലും ഇതും കൂടെ കാണണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ ഇതിന് മുന്നേ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് വണ്ടി നിർത്താനുള്ള ഒരു പ്രൊവിഷനൊന്നും ഇല്ല കേട്ടോ. നിർത്തിക്കഴിഞ്ഞാൽ നല്ല ഫൈന് കിട്ടും. അപ്പോൾ വണ്ടി നമുക്ക് നിർത്താൻ പറ്റില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് രാത്രി പിന്നെ ചുമ്മാ ഒന്ന് ഇറങ്ങിയതാണ് ട്രാഫിക് കുറഞ്ഞ സമയത്ത്. അങ്ങനെയെങ്കിലും കാണാമല്ലോ. Keep straight. Keep going straight. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഹൗറ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ഭയങ്കര കളർഫുള്ളായിട്ട് കുറച്ച് ഇങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ ഇന്നത്തെ രാത്രിയിലെ കറക്കം കൂടെ കഴിഞ്ഞു. അങ്ങനെ 2 ദിവസം തെണ്ടിത്തിരിഞ്ഞ് കൊൽക്കത്തയിലെ കുറേ ഭാഗങ്ങളൊക്കെ കണ്ടു കേട്ടോ. ടൗണിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പോലീസ് ചെക്കിങ്ങാത്ത എല്ലാ സിഗ്നലും എന്നെ പിടിക്കും കേട്ടോ. പക്ഷെ ആള് ഇവിടുത്തെ ഒരു ലീഡിങ് അഡ്വക്കേറ്റ് ആയതുകൊണ്ട് നമ്മളെ രക്ഷപ്പെടുന്നു. അപ്പോൾ കൊൽക്കത്തേൻ്റെ ബാക്കി കാഴ്ചകളായിട്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. നാളെ രാവിലെ മുതലുള്ള വീഡിയോ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.